എളുപ്പത്തിലും വേഗത്തിലും ഗാഡ്ജറ്റുകൾ വാങ്ങാൻ ലോഗിൻ ചെയ്യൂ www.myg.in. നമസ്കാരം. സമാധാനത്തിലുള്ള നൊബേൽ ഇന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഏതൊരു മാധ്യമപ്രവർത്തകനും അത് അഭിമാന നിമിഷമായി മാറി. അഭിപ്രായ സ്വാതന്ത്ര്യം വെല്ലുവിളി നേരിടുമ്പോൾ രണ്ട് മാധ്യമപ്രവർത്തകർ അഭിപ്രായ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിച്ചതിന് നൊബേൽ പങ്കിട്ടു. അതിൽ ഒരു വനിതാ മാധ്യമപ്രവർത്തകയുമുണ്ട് എന്നത് സന്തോഷം ഇരട്ടിയാക്കുന്നു. മാധ്യമപ്രവർത്തകർക്ക് സമാധാനത്തിന് നൊബേൽ ലഭിക്കുന്ന അപൂർവ സന്ദർഭം. ജനാധിപത്യ സംരക്ഷണത്തിന് മാധ്യമങ്ങളുടെ പങ്ക് എത്ര വലുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ നൊബേൽ പുരസ്കാരം. ഒടുവിൽ നമ്മുടെ കുട്ടികൾ തിരികെ സ്കൂളിലേക്ക് എത്തുന്നു. തിരികെ സ്കൂളിലേക്ക് എത്തുമ്പോൾ മാതാപിതാക്കൾക്ക് ഒരാശങ്കയും വേണ്ട. കാരണം കുട്ടികളുടെ സുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കിയാണ് മാർഗനിർദ്ദേശം തയ്യാറാക്കിയത്. വീട്ടിൽ നിന്ന് സ്കൂളിലെത്തി തിരികെ വീട്ടിലേക്ക് എത്തുന്നത് വരെയുള്ള പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കും. മുഖ്യമന്ത്രി അംഗീകരിച്ച അന്തിമ മാർഗരേഖ ഇന്ന് ആരോഗ്യമന്ത്രിക്ക് നൽകി വിദ്യാഭ്യാസ മന്ത്രി പ്രകാശനം ചെയ്തു. എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ എന്നത് നമ്മൾ വിശദമായി തന്നെ ന്യൂസ് നൈറ്റിൽ പരിശോധിക്കും. സുപ്രീം കോടതി അതിരൂക്ഷ വിമർശനമെന്ന് ഉത്തർപ്രദേശ് പോലീസിനും സർക്കാരിനും ലഖിംപൂർ സംഭവത്തിൽ ഉന്നയിക്കുമ്പോൾ നാളെ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആശിഷ് മിശ്രയ്ക്ക് വീണ്ടും UP പോലീസ് നോട്ടീസ് നൽകുന്നു. അങ്ങനെ ഇന്നത്തെ മുഴുവൻ വാർത്തകളും സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന 24-ന്റെ വാർത്താധിഷ്ഠിത പരിപാടി ന്യൂസ് നൈറ്റ് നമ്മൾ ആരംഭിക്കുന്നു. സ്വാഗതം. ആദ്യം ന്യൂസ് നൈറ്റ് പോകുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് ഇന്ന് വന്ന വാർത്തയിലേക്കാണ്. ലഖിംപൂർ സംഭവവുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് പോലീസിനും സർക്കാരിനും അതിരൂക്ഷ വിമർശനം. ആദ്യം വാർത്താ തലക്കെട്ട്. ലഖിംപൂർ സംഭവത്തിൽ ഉത്തർപ്രദേശ് പോലീസിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. കൊലക്കുറ്റം ചുമത്തിയ പ്രതിയെ നോട്ടീസ് നൽകിയാണോ വിളിച്ചു വരുത്തുന്നതെന്ന് കോടതി. കേന്ദ്രമന്ത്രിയുടെ മകന് പ്രത്യേക പരിഗണന ഇല്ലെന്നും കോടതിയുടെ ഓർമ്മപ്പെടുത്തൽ. മകന് പങ്കില്ലെന്നും നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നും കേന്ദ്രമന്ത്രി അജയ് മിശ്ര ടേനി. ഉത്തർപ്രദേശ് സർക്കാരിന്റെയും പോലീസിന്റെയും വീഴ്ചയിൽ കടുത്ത അതൃപ്തി അറിയിക്കുകയായിരുന്നു ഇന്ന് സുപ്രീം കോടതി. എന്തൊക്കെയാണ് സുപ്രീം കോടതി ഇന്ന് നടത്തിയ വിമർശനങ്ങൾ എന്നത് നമുക്ക് വളരെ വേഗമൊന്ന് പരിശോധിക്കാം. സുപ്രീം കോടതി ആദ്യം തന്നെ ചോദിച്ചത്, ഈ കേസ് ഇത് ദൃക്സാക്ഷികളുള്ള ഒരു കേസാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലേക്കൊരു സമീപനം പ്രതിയോട് സ്വീകരിക്കുന്നത്? ഇങ്ങനെയാണോ ഈ ദൃക്സാക്ഷിയുള്ള ഒരു കൊലക്കേസിലെ പ്രതിയോട് സ്വീകരിക്കേണ്ട സമീപനം എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇന്ന് കോടതി ചോദിച്ചു. ഇയാൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഇയാൾ എന്താണ് ചെയ്തത് എന്നത് FIR-ൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒന്നിലേറെ ദൃക്സാക്ഷികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. ഇത്തരത്തിലേക്കാണോ സമീപനം സ്വീകരിക്കേണ്ടത്? ഇങ്ങനെ ഒരു ഉദാരമായ സമീപനം സ്വീകരിക്കുന്നത് ആശിഷ് മിശ്രയോട് എന്തിനാണ് ഇത്ര ഉദാരത കാണിക്കുന്നത് എന്നതാണ് ഇന്ന് കോടതി ചോദിച്ചത്. ഒപ്പം കോടതി പറഞ്ഞു, ഇതുവരെയുള്ള അന്വേഷണം അത് ആശാവഹമല്ല, ഇതുവരെയുള്ള അന്വേഷണ രീതി ആശാവഹമല്ല എന്ന് കോടതി പറഞ്ഞു. കേസിലെ പ്രധാന പ്രതികളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണം. ഇതിനോടകം തന്നെ ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഇതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചവരെ അല്ല എന്നതുകൂടി കോടതി ചൂണ്ടിക്കാട്ടുന്നു. തെളിവ് സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടാകരുത് എന്ന് കോടതി പറഞ്ഞു. അതിനായി DGPയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് സുപ്രീം കോടതി ഉത്തർപ്രദേശ് DGP അത് നേരിട്ട് ഇക്കാര്യം ഉറപ്പുവരുത്തണമെന്നതാണ് കോടതി നൽകിയ മാർഗനിർദ്ദേശം. ഈ CBI അന്വേഷണത്തിന് തയ്യാറാണ് ഈ വിഷയത്തിലെന്നത് ഉത്തർപ്രദേശ് സർക്കാർ അറിയിക്കുമ്പോൾ അതിനും സുപ്രീം കോടതി നൽകിയ മറുപടി ഇതാണ്: CBIയെ പോലും വിശ്വസിച്ച് ഈ കേസ് ഏൽപ്പിക്കാൻ കഴിയില്ല എന്നതാണ്. കാരണം ഉന്നതർ ഉൾപ്പെട്ടിട്ടുണ്ട്, ഈ കേസ് അട്ടിമറിക്കും എന്ന ഒരു സംശയം കോടതി പ്രകടിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ, ഒപ്പം തന്നെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഇന്ന് സുപ്രീം കോടതി ഈ വിഷയത്തിൽ UP പോലീസിനും ഉത്തർപ്രദേശ് സർക്കാരിനും നൽകുന്നു. 20-ാം തീയതി വീണ്ടും ഈ കേസ് അത് ആദ്യ കേസായി തന്നെ കോടതി പരിഗണിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ലഖിംപൂരിൽ നിന്ന് MP പ്രദീപ് കുമാറാണ് ന്യൂസ് നൈറ്റിൽ ചേരുന്നത്. പ്രദീപ്, തത്സമയം രാവിലെ മുതൽ തന്നെ അവിടെ നിന്ന് ഇന്നും വിവരങ്ങൾ നൽകുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാളത്തെ ദിവസവും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇന്ന് രണ്ടാമത് ഒരു നോട്ടീസ് കൂടി പതിപ്പിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് ഉത്തർപ്രദേശ് പോലീസ് എത്തി. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്ന് അജയ് മിശ്ര ടേനി പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ലഖിംപൂരിൽ അജയ് മിശ്ര ടേനി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഇത് രണ്ടാം തവണ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് പതിപ്പിച്ചത്. ആദ്യ നോട്ടീസ് പതിപ്പിച്ചത് ഇന്നലെയായിരുന്നു. ഇന്ന് രാവിലെ 10 മണിക്ക് ഹാജരാകണം എന്നതായിരുന്നു നിർദ്ദേശം. പക്ഷേ അജയ് മിശ്ര ടേനിയുടെ മകൻ ആശിഷ് മിശ്ര ഹാജരായില്ല എന്നതാണ്. ആശിഷ് മിശ്ര ഒളിവിലാണ് എന്ന തരത്തിലേക്കുള്ള മാധ്യമ വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ
അജയ് മിശ്ര പറഞ്ഞത് അദ്ദേഹം ലഖിംപൂരിൽ തന്നെയുണ്ട് എന്നതാണ്. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്ന ഉറപ്പും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നൽകുന്നുണ്ട്. ഒരു കാരണവശാലും ചോദ്യം ചെയ്യലിൽ നിന്ന് വിട്ടുമാറി നിൽക്കില്ല എന്ന ഉറപ്പും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നൽകുന്നു. രണ്ടാമത് നോട്ടീസ് ഇന്ന് വീണ്ടും പതിപ്പിക്കുന്നത് ഉത്തർപ്രദേശ് പോലീസ് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് ശേഷമാണ്. നാളെ 11 മണിക്ക് ഹാജരാകണമെന്നതാണ്. പ്രദീപ്, കേൾക്കാമോ? ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട വിവരം, വീണ്ടും ലഖിംപൂർ ഖേരിയിൽ ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുന്നു. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് തൊട്ടു മുൻപ് ഒരു ഇന്റർനെറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഈ സമയം നമ്മൾ അതുമായി കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഉണ്ടാകുന്നില്ല. മാത്രമല്ല, നമ്മൾ വളരെ കൃത്യമായി അത് ചെക്ക് ചെയ്യുമ്പോഴും ഈ ഒരു ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ സാധിക്കും. എന്തായാലും നാളെ ഇത്തരത്തിൽ ഇവിടെ ഒരു ആശിഷ് മിശ്രയുടെ ടേനിയെ ചോദ്യം ചെയ്യാൻ ഇരിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് ആണ് നമുക്കിത് പറയാൻ സാധിക്കുന്നത്. ഈ സമയത്ത് ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത്. അനുജ, എന്തായാലും നാളെ രാവിലെ 11 മണിക്ക് ആശിഷ് മിശ്ര ടേനി ഹാജരാകണമെന്നാണ് നിർദ്ദേശം. നോട്ടീസ് വീണ്ടും പതിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രി അജയ് മിശ്ര ടേനിയുടെ വീടിന് പുറത്ത്. അത് രണ്ടാമതും പതിപ്പിച്ചിരിക്കുന്നത്. പ്രദീപ്, ആശിഷ് മിശ്ര ലഖിംപൂരിൽ തന്നെ ഉണ്ട് എന്നതാണല്ലോ അജയ് മിശ്രയുടെ അവകാശവാദം. അദ്ദേഹം ഒളിവിൽ പോയി എന്നൊക്കെയുള്ള വാർത്തകൾ വരുമ്പോഴും അവിടെ തന്നെ ഉണ്ട് എന്നതാണോ മനസ്സിലാക്കാൻ കഴിയുന്നതും? അങ്ങനെ തന്നെയാണ് അനുജ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അജയ് മിശ്ര ടേനി പറയുന്നത് ആശിഷ് മിശ്ര ടേനി ലഖിംപൂർ ഖേരിയിലെ വീട്ടിൽ തന്നെ ഉണ്ട്, അതിന് ഒരു മാറ്റവുമില്ല. ആരോഗ്യ കാരണങ്ങൾ കൊണ്ടാണ് ഇന്നിപ്പോൾ ഹാജരാകാൻ സാധിക്കാത്തത്. പക്ഷേ നാളെ ലഖിംപൂർ ഖേരിയിലെ വീട്ടിൽ ലഖിംപൂർ ഖേരിയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ആശിഷ് മിശ്ര ടേനി ഹാജരാകുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അനുജ, എന്തായാലും നാളെ 11 മണിക്ക് ഹാജരാകാൻ ആവശ്യപ്പെടുന്നു ഉത്തർപ്രദേശ് പോലീസ്. ഇത്തരത്തിലേക്കൊക്കെയാണ് ഒരു കൊലക്കേസ് പ്രതിയെ കൈകാര്യം ചെയ്യേണ്ടത്? ഇത്ര സമയം നൽകിയൊക്കെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ ഉദാരമായ സമീപനം എന്തുകൊണ്ട് എന്ന രൂക്ഷ വിമർശനം കോടതി ചോദിച്ചതിന് ശേഷം രണ്ടാമതൊരു നോട്ടീസ് കൂടി നൽകിയിരിക്കുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. എന്തായാലും നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നതാണ് ഇനി ഏറെ നിർണായകമാകാൻ പോകുന്നത്. സ്കൂൾ തുറക്കൽ മാർഗരേഖയ്ക്ക് അംഗീകാരമായിരിക്കുന്നു. ഇന്നിപ്പോൾ അതിന്റെ പ്രകാശന കർമ്മം നടന്നു. അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ മന്ത്രിമാർ. ആ വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ആദ്യം തലക്കെട്ട്. സ്കൂൾ തുറക്കൽ മാർഗരേഖയ്ക്ക് അംഗീകാരം. ആദ്യ 2 ആഴ്ച ഉച്ചവരെ മാത്രം ക്ലാസ്. രക്ഷിതാക്കൾക്ക് സമ്മതമെങ്കിൽ കുട്ടികളെ അയച്ചാൽ മതി. ഭിന്നശേഷിക്കാരായ കുട്ടികൾ ക്ലാസ്സിൽ എത്തേണ്ടതില്ല. പരസ്പര സമ്പർക്കം ഒഴിവാക്കാൻ അധ്യാപകർ ഉൾപ്പെട്ട ബയോ ബബിൾ. അധ്യാപകർക്കും അനധ്യാപകർക്കും സ്കൂൾ ബസ് ജീവനക്കാർക്കും വാക്സിൻ ഉറപ്പാക്കും. ഇനിയിപ്പോൾ ആരോഗ്യ വിദ്യാഭ്യാസ മന്ത്രിമാർ പുറത്തിറക്കിയ മാർഗരേഖ, അത് മുഖ്യമന്ത്രി അംഗീകരിച്ച മാർഗരേഖയാണ്. തിരികെ സ്കൂളിലേക്ക് എന്ന പേരിലാണ് ഈ മാർഗരേഖ. ഇതിൽ 8 ഭാഗങ്ങളാണുള്ളത്. 6 വകുപ്പുകൾ, ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകളൊപ്പം തന്നെ തദ്ദേശ ഭരണ വകുപ്പ് അടക്കം ആണ് ഇതിന്റെ നടപ്പിലാക്കേണ്ടത്, ഈ മാർഗരേഖ നടപ്പിലാക്കേണ്ടത് എന്നതൊക്കെ. എന്തൊക്കെയാണ് ഈ മാർഗരേഖയിൽ പറയുന്നത്, പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയെന്നത് നമുക്ക് പരിശോധിക്കാം. ഏറ്റവും പ്രധാനം, സ്കൂളുകളിൽ മുൻകരുതൽ സ്വീകരിക്കുന്നു. കുട്ടികളുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം, ഒരു ക്ലാസ്സിനെ ബയോ ബബിളായി കണക്കാക്കും എന്നതാണ്. അതായത് ഒരു ഗ്രൂപ്പ് ഉണ്ടാകും, ആ ഗ്രൂപ്പിൽ അധ്യാപകരുണ്ടാകും, ഏതാനും 3-4 കുട്ടികളും ഉണ്ടാകും. എത്ര കുട്ടികൾ എന്നൊക്കെയുള്ളത് ആ സ്കൂളുകൾക്ക് തീരുമാനിക്കാം, അതാത് ക്ലാസ്സുകൾക്ക് തീരുമാനിക്കാം. ഈ കുട്ടികൾ മറ്റുള്ളവരുമായി ഒരു തരത്തിലുള്ള സമ്പർക്കവും ഉണ്ടാകില്ല. ആ ഗ്രൂപ്പിലുള്ളവർ ആയി മാത്രമേ അവർക്ക് സമ്പർക്കം ഉണ്ടാകൂ എന്നതാണ്. അത്തരത്തിൽ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ബയോ ബബിൾ സംവിധാനം നടപ്പിലാക്കുന്നത്. ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പുമായി ഇടപെടുന്നില്ല. ഇനി ഒരു ഗ്രൂപ്പിലുള്ള കുട്ടിക്ക് കോവിഡ് ബാധിച്ചു എന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും ക്വാറന്റൈനിലേക്ക് പോകുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഒരു ബെഞ്ചിൽ എത്ര പേർക്ക് ഇരിക്കാൻ കഴിയും എന്നത്, ഒരു ബെഞ്ചിൽ 2 പേർക്ക് ഇരിക്കാം എന്ന നിർദ്ദേശം അത് പ്രാവർത്തികമാക്കാൻ പോവുകയാണ്. ആദ്യഘട്ടത്തിൽ ഉച്ചവരെ മാത്രമായിരിക്കും ക്ലാസുകൾ ഉണ്ടാകുന്നത്. അതായത് ആദ്യ 2 ആഴ്ച എന്ന തരത്തിലേക്കാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ മാർഗനിർദ്ദേശം. ഉച്ചവരെ മാത്രം ക്ലാസുകൾ. ഇനി അസംബ്ലി, യൂണിഫോം എന്നിവ നിർബന്ധമല്ല എന്നതുകൂടി സർക്കാർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതെല്ലാ സ്കൂളുകൾക്കും ബാധകവുമാണ്. ഒരാഴ്ച 6 ദിവസമായിരിക്കും സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. ശനിയാഴ്ചയും പ്രവൃത്തി ദിനമായിരിക്കും എന്ന് ചുരുക്കം. ഇനി ശനിയാഴ്ച പൊതു അവധി ദിനമാണെങ്കിൽ ആ ദിവസം ശനിയാഴ്ചകളിൽ ക്ലാസ് ഉണ്ടാകില്ല.
കുട്ടികൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുട്ടികൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക, അത് നടപ്പിലാകുന്നുണ്ട് എന്നത് ഉറപ്പുവരുത്തേണ്ടുന്ന ചുമതല അധ്യാപകർക്കാണ് എന്നതുകൂടി സർക്കാർ പറയുന്നുണ്ട്. സ്കൂളുകളിൽ ഒരു രോഗലക്ഷണ രജിസ്റ്റർ സൂക്ഷിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉള്ളവർ കഴിയുന്നതും സ്കൂളിലേക്ക് വരരുത് എന്ന നിർദ്ദേശമുണ്ട്. എങ്കിൽ പോലും ഒരുപക്ഷെ സ്കൂളിൽ വന്നതിന് ശേഷമൊക്കെ എന്തെങ്കിലും രോഗലക്ഷണം ഉണ്ടാവുകയാണെങ്കിൽ അവരുടേതടക്കം കാര്യങ്ങൾ വിശദമാക്കുന്ന ഒരു രജിസ്റ്റർ സൂക്ഷിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ സ്കൂളുകളിൽ ഒരു ഡോക്ടറുടെ സേവനം കൂടി ഉറപ്പാക്കണം എന്നതാണ് സർക്കാർ പറയുന്ന ഒരു കാര്യം. ഈ ഡോക്ടർ ഒരുപക്ഷെ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരെ പരിശോധിക്കുകയും എന്ത് ചെയ്യണമെന്നതിലുള്ള മാർഗനിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. മാതാപിതാക്കളുടെ സംശയം നിവാരണത്തിന് കൂടി ഈ ഡോക്ടർക്ക് കഴിയണം. മറ്റൊന്ന്, സ്കൂളിന് മുൻപിലും തൊട്ട് അടുത്തുമൊക്കെയുള്ള കടകൾ, ബേക്കറികൾ അടക്കമുള്ള ഇടങ്ങളിലേക്കൊക്കെ കഴിയുന്നതും കുട്ടികൾ പോകാതെ നോക്കണമെന്ന് നിർദ്ദേശമുണ്ട്. പക്ഷേ അതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനും ഒരു പരിധിയുണ്ട്. അതിനാൽ തന്നെ ഏറ്റവും പ്രധാനം കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നതായതുകൊണ്ട് തന്നെ ഈ കടകളിലുള്ളവരെ മുഴുവൻ വാക്സിനേറ്റ് ചെയ്യുക എന്നത് നിർബന്ധമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് 2 ഡോസ് വാക്സിൻ എടുക്കണം എന്നുള്ള തരത്തിലേക്കാണ് ആ നിർദ്ദേശം. ഉച്ചഭക്ഷണം അത് ഉണ്ടാകില്ല എന്നതായിരുന്നു ആദ്യ തീരുമാനം. പക്ഷെ പിന്നീട് ഉച്ചഭക്ഷണമാകാം, അത് മുൻപുണ്ടായിരുന്ന തരത്തിലേക്കായിരിക്കില്ല എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ആരോഗ്യമന്ത്രിയും അത് ആവർത്തിക്കുകയും ചെയ്തു. PTA-യുമായി ആലോചിച്ചുകൊണ്ട് എപ്രകാരം ഉച്ചഭക്ഷണം കുട്ടികൾക്ക് നൽകാൻ കഴിയുമെന്നത് ഓരോരോ സ്കൂളിനായി തീരുമാനിക്കാം. ഭിന്നശേഷിയുള്ളവർ ആദ്യഘട്ടത്തിൽ സ്കൂളിൽ വരേണ്ടതില്ല എന്ന നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ WIPR കൂടുതലുള്ള പ്രദേശങ്ങളിൽ, അതായത് കടുത്ത നിയന്ത്രണങ്ങളുള്ള പ്രദേശങ്ങളിലെ ഒരു സ്കൂൾ പോലും പ്രവർത്തിപ്പിക്കരുത് എന്ന നിർദ്ദേശവുമുണ്ട്. ഇനി രക്ഷിതാക്കൾക്ക് സമ്മതമല്ല എന്നുണ്ടെങ്കിൽ സ്കൂളുകളിൽ കുട്ടികൾക്ക് എത്തേണ്ടതില്ല എന്നതാണ്. രക്ഷിതാക്കളുടെ സമ്മതത്തോടെ മാത്രം സ്കൂളുകളിൽ കുട്ടികൾ എത്തിയാൽ മതി. അതിൽ തന്നെ ഡിജിറ്റൽ പഠനവും തുടരും എന്നതാണ്. അതായത് ഓൺലൈൻ, ഓഫ്ലൈൻ ക്ലാസുകൾ ഒരേ സമയം തന്നെ തുടരും എന്നതാണ്. ഇനി യാത്രാ സൗകര്യം, കുട്ടികൾ എപ്രകാരം സ്കൂളിലേക്ക് എത്തുക എന്നതാണ്. കഴിയുന്നതും സ്കൂളുകൾ തന്നെ യാത്രാ സൗകര്യം വിദ്യാർത്ഥികൾക്കായി ഒരുക്കി നൽകണം എന്ന നിർദ്ദേശം പറയുമ്പോഴും അതിന് സാഹചര്യമില്ലാത്ത സ്കൂളുകൾക്കായി KSRTC ബോണ്ട് അടിസ്ഥാനത്തിൽ സർവീസ് നടത്തും എന്ന തീരുമാനം ഇന്നിപ്പോൾ മന്ത്രിമാർ പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൽ സൗജന്യ യാത്ര എന്നൊരു നിർദ്ദേശമാണ് തൽക്കാലം സർക്കാർ പരിഗണിക്കുന്നത് എന്നതുകൂടിയാണ്. കുട്ടികൾ കൂടുതലുള്ള സ്കൂളുകളിൽ അധിക ബസ് സർവീസ് നടത്താനും സർക്കാർ ഈ ഘട്ടത്തിൽ പദ്ധതിയിടുന്നുണ്ട്. ഇനി സ്വകാര്യ വാഹനങ്ങളിൽ സ്കൂളുകളിലേക്ക് എത്തുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് ഓട്ടോറിക്ഷയിലൊക്കെ സ്കൂളുകളിലേക്ക് എത്തുന്നത് കർശനമായി പാലിക്കേണ്ട ഒരു കാര്യം, 3 കുട്ടികൾ മാത്രമേ ഒരു ഓട്ടോറിക്ഷയിൽ പരമാവധി ഉണ്ടാകാൻ പാടുള്ളൂ എന്നതാണ്. എന്തായാലും ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ്. ഒരു കുട്ടി വീട്ടിൽ നിന്നിറങ്ങി സ്കൂളിലെത്തുന്നു, അതിനുശേഷം തിരികെ വീട്ടിലേക്ക് എത്തുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം. അത് ഉറപ്പാക്കാനുള്ള ചുമതല ഓരോ സ്കൂളിനും ഉണ്ടാകും, ഓരോ അധ്യാപകനും ഉണ്ടാകും. ഇനി നമ്മൾ കോവിഡ് മരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് നിയമസഭയിൽ ഒരു പ്രതിഷേധമുണ്ടായി. പ്രതിപക്ഷം ഇറങ്ങിപ്പോകുന്ന കാഴ്ച കണ്ടു. ആ വാർത്തയിലേക്കാണ് പോകുന്നത്. ആദ്യം വാർത്താ തലക്കെട്ട്. കോവിഡ് പട്ടികയിൽ 7000-ഓളം മരണം പുതുതായി ഉൾപ്പെടുത്തുമെന്ന് സർക്കാർ. പട്ടികയിൽ ഉൾപ്പെടാതെ പോയവർക്കായി ഓൺലൈനിൽ അപേക്ഷിക്കാമെന്നും ആരോഗ്യമന്ത്രി. സർക്കാർ വാദം ചോദ്യം ചെയ്ത് പ്രതിപക്ഷം. ജൂൺ 16 മുമ്പ് മരിച്ചവരുടെ കണക്ക് സർക്കാരിന്റെ കയ്യിലുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് സർക്കാർ പ്രഖ്യാപിക്കാത്തത്? സംസ്ഥാനത്ത് 10,944 പുതിയ കോവിഡ് കേസുകളും 120 മരണവും. തിയേറ്റർ തുറക്കുന്നതിന് മുന്നോടിയായി തിങ്കളാഴ്ച സിനിമാ സംഘടനകളുടെ യോഗം. ഇന്നത്തെ കോവിഡ് കണക്കുകൾ എങ്ങനെയാണ് എന്നത് വിശദമായി പരിശോധിച്ചാൽ ഇന്ന് 10,944 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്നു. 12,922 പേർ രോഗമുക്തരായി. രോഗമുക്തരുടെ എണ്ണം പതിവ് പോലെ കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ ഇന്നും കൂടുതലാണ്. 24 മണിക്കൂറിടെ 95,510 സാമ്പിളുകൾ പരിശോധിച്ചു. WIPR 10 മുകളിലുള്ള 227 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളുണ്ട്. 120 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ കോവിഡ് മരണം 26,072ആയി. 18 വയസ്സിന് മുകളിലുള്ള 93.2% പേർ ആദ്യ ഡോസ് വാക്സിനും 43.4% പേർ 2ാം ഡോസ് വാക്സിനും സ്വീകരിച്ചതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു.
ഇന്ന് നിയമസഭയിൽ കോവിഡ് മരണക്കണക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. അതിൽ പ്രതിപക്ഷം പ്രതിഷേധിക്കുകയും ചെയ്തു. പ്രതിപക്ഷം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം മരണക്കണക്കുകൾ മറച്ചുവെച്ച് സർക്കാർ മേനി നടിക്കുകയാണ് എന്നതാണ്. ഇതിനു മുൻപും അവർ ഉന്നയിച്ചിരുന്ന അതേ ആരോപണം അവർ ആവർത്തിക്കുന്നു. കോവിഡ് ബാധിച്ച് മരിച്ച ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും പട്ടികയ്ക്ക് പുറത്താണെന്നും അർഹതപ്പെട്ടവർക്ക് ആനുകൂല്യം ലഭിക്കുന്നില്ല എന്നും പ്രതിപക്ഷം ആരോപിച്ചു. ലാബ് റിപ്പോർട്ടുകൾ ഇല്ലാത്തതിനാലാണ് ചില മരണങ്ങൾ ഉൾപ്പെടാതെ പോയത് എന്ന മറുപടിയാണ് ആരോഗ്യമന്ത്രി നൽകിയത്. കോവിഡ് മരണപ്പട്ടികയിലെ അപാകതകൾ കാരണം അർഹരായ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ആനുകൂല്യം നഷ്ടപ്പെടുന്നുവെന്ന് പ്രതിപക്ഷം സഭയിൽ ആരോപിച്ചു. മരിച്ചവരിൽ 30% ആളുകൾ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്താത്തതിനാലാണ് മരിച്ചതെന്ന പഠനം ഗൗരവമായി ചർച്ച ചെയ്യണമെന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ PC വിഷ്ണുനാഥ് പറഞ്ഞു. ഗവൺമെന്റിന്റെ കയ്യിൽ എല്ലാ ജില്ലകളിൽ നിന്നും DMOമാർ കൊടുത്ത കണക്കുണ്ടല്ലോ, ആ അൺഡിക്ലെയർഡ് ആയിട്ടുള്ള ഡെത്ത്സ് റിപ്പോർട്ട് ചെയ്ത് സമഗ്രമായി ആ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ 3 ദിവസത്തിനുള്ളിൽ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തേ ഇതുവരെയും അത് പ്രസിദ്ധീകരിക്കാത്തത്? സംസ്ഥാനത്തെ മരണക്കണക്ക് സുതാര്യമെന്ന പതിവ് മറുപടിയായിരുന്നു ആരോഗ്യമന്ത്രിയുടേത്. സർക്കാരിന് ഒന്നും മറച്ചുവെക്കാനില്ല. 7000-ഓളം മരണങ്ങൾ ആ രീതിയിൽ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഇല്ലാതെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഡോക്യുമെന്റ്സ് ഉൾപ്പെടെ മെഡിക്കൽ ബുള്ളറ്റിനുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ജില്ലകളിലും ഇത് പ്രസിദ്ധീകരിക്കുകയാണ്. സർക്കാരിൻ്റേത് പൊള്ളയായ അവകാശവാദങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. മരണങ്ങൾ മറച്ചുവെച്ച് ഏറ്റവും കുറവ് മരണനിരക്ക് കേരളത്തിലാണെന്ന് വരുത്താനാണ് സർക്കാർ ശ്രമമെന്നും VD സതീശൻ. ജൂൺ 16 മുമ്പ് മരിച്ചവരുടെ കണക്ക് സർക്കാരിൻ്റെ കയ്യിലുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് സർക്കാർ പ്രഖ്യാപിക്കാത്തത്? ഇവിടെ മറ്റു പല സംസ്ഥാനങ്ങളും കൊടുത്തല്ലോ പണം, ഇവിടെ കൊടുത്തില്ലല്ലോ. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം. ഇന്ന് എന്തൊക്കെയാണ് നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത്? വിശദാംശങ്ങളുമായി അല്ലമീൻ TTS സാങ്കേതിക വിദ്യയിലൂടെ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്ന് കാക്കനാട് സ്റ്റുഡിയോയിലേക്ക് എത്തുന്നു. അല്ലമീൻ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് അനുജ. ഇതിപ്പോൾ മരണക്കണക്ക് വീണ്ടും ഒരു വിവാദ വിഷയമാക്കിയിരിക്കുന്നു പ്രതിപക്ഷം. അതിൽ തന്നെ ആരോഗ്യമന്ത്രി 7000 കണക്കുകൾ എന്നത് പറയുന്നുണ്ട്. ഒരു മരണം പോലും മറച്ചുവെച്ചിട്ടില്ല എന്ന് ഇതിനു മുൻപ് പറഞ്ഞ സർക്കാർ ഇന്നിപ്പോൾ 7000 മരണക്കണക്കുകൾ റിപ്പോർട്ടുകൾ കിട്ടാത്തതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആദ്യം കണക്കിൽപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഒരല്പം ലഘൂകരിച്ചുകൊണ്ട് ആ തെറ്റ് സമ്മതിക്കുകയായിരുന്നു സർക്കാർ. നേരത്തെ തന്നെ ഈ വിഷയം പ്രതിപക്ഷം വളരെ ശക്തമായി തന്നെ സഭയിൽ ഉന്നയിക്കുകയാണ്. അതായത് കോവിഡ് ബാധിച്ച് മരിച്ച പല ആളുകളും ഇപ്പോഴും മരണപ്പട്ടികയിൽ, സർക്കാരിൻ്റെ ഔദ്യോഗിക പട്ടികയിലില്ല. അതുകൊണ്ട് തന്നെ സർക്കാർ നിയമപരമായി പ്രഖ്യാപിക്കുന്ന ആനുകൂല്യങ്ങളിൽ നിന്ന് അവരുടെ ബന്ധുക്കൾ പുറത്തു പോകുമെന്നുള്ളത് കഴിഞ്ഞ സഭാ സമ്മേളന കാലയളവിലും പ്രതിപക്ഷം ഉന്നയിച്ചതാണ്. അന്നൊക്കെ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നിട്ടില്ല എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ വാദം. ഇപ്പോഴും സർക്കാർ അതുതന്നെയാണ് പറയുന്നത്. അർഹതപ്പെട്ട ആർക്കും ആനുകൂല്യം നഷ്ടമാകില്ല എന്ന് സർക്കാർ പറയുന്നു. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ഈ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് ആരോഗ്യമന്ത്രി സമ്മതിക്കുന്നൊരു കാഴ്ചയാണ് ഇന്ന് സഭയിൽ കണ്ടത്. 7000-ഓളം മരണങ്ങൾ, അതിന് ചില സാങ്കേതിക കാരണങ്ങൾ ആരോഗ്യമന്ത്രിയും സർക്കാരും വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ 7000 മരണങ്ങൾ ഈ പട്ടികയിൽ, സർക്കാരിൻ്റെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് മന്ത്രി സമ്മതിക്കുകയാണ്. അതിന് കാരണമായി മന്ത്രി പറഞ്ഞത് ലാബ് റിപ്പോർട്ട് കിട്ടാത്തത് കൊണ്ടാണ് അത്തരം മരണങ്ങൾ ഈ പട്ടികയിൽ ഇടം നേടാതെ പോയത് എന്നുള്ളതാണ്. അത്തരം മരണങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മരണപ്പട്ടിക പരിഷ്കരിക്കുമെന്നും മന്ത്രി പറയുകയാണ്. പക്ഷേ ഈ 7000 അല്ല, അതിനപ്പുറത്തേക്ക് ആളുകൾ ഇപ്പോഴും മരണപ്പട്ടികയിൽ സർക്കാരിൻ്റെ ഔദ്യോഗിക രേഖയിൽ ഉൾപ്പെടാതെ പോയിട്ടുണ്ട് എന്നുള്ള വാദം അല്ലെങ്കിൽ ആ നിലപാടിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയാണ്. കഴിഞ്ഞ സമ്മേളന കാലയളവിൽ, സഭാ സമ്മേളന സമയത്തും കുറേ കണക്കുകൾ അവർ ഉന്നയിക്കുകയും ചെയ്തു. സർക്കാർ കൊണ്ടുവന്ന ഔദ്യോഗിക കണക്ക്, അതിനപ്പുറത്തേക്കുള്ള ചില കണക്കുകളും പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. ബെന്നി ബെഹനാൻ MPയും സമാനമായി ചില ആരോപണങ്ങൾ ഉന്നയിച്ച് ചില കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് അദ്ദേഹവും ഈ വാദത്തെ, സർക്കാരിൻ്റെ വാദത്തെ മറികടന്നത്. ഇതിൽ സർക്കാർ പറയുന്നത് ഓൺലൈൻ വഴി ഇത് പരിഷ്കരിക്കുന്നുണ്ട്, കണക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട്, പ്രാദേശിക തലത്തിൽ പ്രൈമറി കേന്ദ്രങ്ങൾ, ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ആ രീതിയിൽ പരിശോധിച്ച് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് ആ കണക്കുകളിൽ വീഴ്ചയും പൊരുത്തക്കേടും പരിഹരിച്ചു വരുന്നു എന്നുള്ളതാണ് ആരോഗ്യമന്ത്രിയുടെ വാദം. പക്ഷേ അങ്ങനെയല്ല സാഹചര്യം എന്നുള്ളതാണ് ഇപ്പോഴും പ്രതിപക്ഷം ആവർത്തിക്കുന്നത്. സർക്കാർ പ്രഖ്യാപിച്ച നിയമപരമായ ആനുകൂല്യത്തിൽ നിന്ന് 10,000-കണക്കിന് ആളുകൾ പുറത്ത് ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല പ്രതിപക്ഷം ഇപ്പോൾ പുതുതായി ഉന്നയിക്കുന്ന മറ്റൊരു ആവശ്യം, സർക്കാരിന് നിയമപരമായി ഈ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് നൽകാൻ പ്രഖ്യാപിച്ചിട്ടുള്ള ധനസഹായത്തേക്കാൾ കൂടുതൽ എന്ത് നൽകാൻ സാധിക്കുമെന്നുള്ളത് സർക്കാർ പരിശോധിക്കണം. ചുരുങ്ങിയത് 5 ലക്ഷം രൂപയെങ്കിലും അവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം.
അതിനൊരു സാമ്പത്തിക പരിമിതിയും സാമ്പത്തിക പ്രതിസന്ധിയും സർക്കാർ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അതിനും പ്രതിപക്ഷം ഒരു പരിഹാരം പറയുന്നുണ്ട്. അതായത് വാക്സിൻ ചലഞ്ചിലൂടെ കളക്ട് ചെയ്ത ഏതാണ്ട് 800 കോടി രൂപ സർക്കാരിൻ്റെ ഖജനാവിലുണ്ട്. വാക്സിൻ സൗജന്യമായി വിതരണം ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ 800 കോടി എടുത്ത് കോവിഡ് ബാധിച്ച് മരിച്ച ആളുകളുടെ ധനസഹായമായി പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ വിതരണം ചെയ്യണമെന്നൊരു ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും അത് സർക്കാർ അംഗീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനൊരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. സർക്കാർ ഇപ്പോഴും ആവർത്തിക്കുന്നത് കോവിഡ് ബാധിച്ച് മരിച്ച ആരും, അർഹതപ്പെട്ട ആരും ആനുകൂല്യത്തിന് പുറത്തു പോകില്ല എന്നൊരു നിലപാട് സർക്കാർ ആവർത്തിക്കുന്നുണ്ട്. അത് തന്നെയാണ് അല്ലമീൻ. എന്തായാലും വൈകിയാണെങ്കിലും ഈ മരണക്കണക്കുകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ അർഹതപ്പെട്ട ഒരാൾക്ക് പോലും ആനുകൂല്യം ലഭിക്കാതെ പോകരുത് എന്നത് തന്നെയാണ് എല്ലാവരുടെയും ആവശ്യം. അയൽ സംസ്ഥാനങ്ങളൊക്കെ പലരും അവരുടേതായ രീതിയിൽ നഷ്ടപരിഹാരം നൽകുമ്പോൾ നമ്മുടെ സർക്കാർ അതിന് തയ്യാറാകുമോ എന്നത് കൂടി നമുക്കിനി കാത്തിരുന്ന് കാണാം. ഗുഡ് നൈറ്റ് അല്ലമീൻ. അല്ലമീന് തിരികെ പോകാം. ഇനി തുടക്കത്തിൽ നമ്മൾ കണ്ട ആ ദൃശ്യത്തിന്റെ വാർത്തയിലേക്ക്. മാധ്യമപ്രവർത്തകർക്ക് സമാധാന നൊബേൽ. ആദ്യം വാർത്താ തലക്കെട്ട്. മാധ്യമപ്രവർത്തകർക്ക് സമാധാന നൊബേൽ. ഫിലിപ്പീൻ റഷ്യൻ മാധ്യമപ്രവർത്തകരായ മരിയ റെസയും ദിമിത്രി മുറാത്തോവും പുരസ്കാരം പങ്കിട്ടു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിന് ആദരമെന്ന് നൊബേൽ കമ്മിറ്റി. ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ഇരുവരും നടത്തിയ പോരാട്ടം ഏറെ വിലപ്പെട്ടതാണ് എന്നതാണ് പുരസ്കാര സമിതി വിലയിരുത്തിയത്. റിപ്പോർട്ട് കാണാം. To award the Nobel Peace Prize for 2021 to Maria Ressa and Dmitry Muratov. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി മരിയ റെസയും ദിമിത്രി മുറട്ടോവും നടത്തിയ പോരാട്ടം ഏറെ പ്രസക്തമാണെന്ന് നൊബേൽ പുരസ്കാര സമിതി അഭിപ്രായപ്പെട്ടു. സമാധാനത്തിനും ജനാധിപത്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യം നിർണായകമാണ്. ലോകത്താകെയും ജനാധിപത്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും വലിയ വെല്ലുവിളികൾ നേരിടുന്ന കാലമാണിതെന്നും സമിതി വിലയിരുത്തി. ഫിലിപ്പീൻസിലെ ഓൺലൈൻ വാർത്താ മാധ്യമമായ റാപ്ലറിന്റെ സിഇഒ ആണ് 58-കാരിയായ മരിയ റെസ. 2 പതിറ്റാണ്ടോളം CNN-ന്റെ അന്വേഷണാത്മക റിപ്പോർട്ടറായും പ്രവർത്തിച്ചു. ഫിലിപ്പീൻസ് പ്രസിഡന്റ് റോഡ്രിക്കോ ഡ്യൂട്ടേർട്ടിന്റെ കടുത്ത വിമർശകയായ റെസ അധികൃതരുടെ അധികാര ദുർവിനിയോഗം പുറത്തുകൊണ്ടുവന്നതിന്റെ പേരിൽ 6 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്നു. സീഡ്സ് ഓഫ് ടെറർ, ഫ്രം ബിൻ ലാദൻ ടു ഫേസ്ബുക്ക് എന്നീ ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്. റഷ്യൻ ദിനപത്രമായ നൊവയ ഗസറ്റയുടെ സ്ഥാപകനും എഡിറ്റർ ഇൻ ചീഫുമാണ് 59-കാരനായ ദിമിത്രി മുറട്ടോവ്. വ്ളാഡിമിർ പുടിന്റെ ഏകാധിപത്യത്തിനിടയിലും സർക്കാർ തലത്തിലെ നിരവധി അഴിമതികളും മനുഷ്യാവകാശ ലംഘനങ്ങളും പുറത്തുകൊണ്ടുവന്ന പത്രമാണ് നൊവയ ഗസറ്റെ. 329 നാമനിർദ്ദേശങ്ങളിൽ നിന്നാണ് മരിയ റെസിനെയും ദിമിത്രി മുറട്ടോവിനെയും തെരഞ്ഞെടുത്തത്. നൊബേൽ ശില്പവും 1 കോടി സ്വീഡിഷ് ക്രോണറും അടങ്ങുന്നതാണ് പുരസ്കാരം. റിസർച്ച് ഡെസ്ക് 24. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരവും 2 പേർ പങ്കിടുന്ന കാഴ്ചയാണ് 2021 നമ്മൾ കണ്ടത്. അവർ ആരൊക്കെയാണ്, അവർ എന്താണ് ചെയ്തത്, ഈ ഒരു നേട്ടം കൈവരിക്കുന്നതിനായി എന്താണ് അവർ ചെയ്തത് എന്നത് പരിശോധിക്കാം. മരിയ റെസ ഫിലിപ്പീൻസ് കാരിയാണ്. ഫിലിപ്പീൻസിലെ വനിതാ മാധ്യമ പ്രവർത്തക. റാപ്ലർ എന്ന വെബ്സൈറ്റിന്റെ സ്ഥാപകയാണ്. നേരത്തെ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ CNN-ന്റെ സൗത്ത് ഏഷ്യ കറസ്പോണ്ടന്റ് ആയിരുന്നു ഒട്ടേറെ കാലം. അതിനുശേഷമാണ് അവർ റാപ്ലർ തുടങ്ങിയത്. ഫിലിപ്പീൻസിലും സ്വേച്ഛാധിപതികളുടെ അക്രമം, ഒപ്പം തന്നെ അധികാര ദുർവിനിയോഗം എന്നിവ തുറന്നുകാട്ടി. ഒരു ഘട്ടത്തിൽ ഒരു ജഡ്ജിയും വ്യവസായിയും തമ്മിലുള്ള ബന്ധമെന്ത് എന്നതൊക്കെ അവർ തുറന്നെഴുതി. അതിന് അവർക്ക് വധഭീഷണിയടക്കം നേരിട്ടു. പിന്നീട് ഭരണകൂടത്തിനെതിരായ പോരാട്ടം, ഡ്യൂട്ടേറ്റെ എന്ന ഫിലിപ്പീൻസ് പ്രസിഡന്റിനെതിരെയൊക്കെ അവർ വലിയ പോരാട്ടത്തിലാണ്. ഈ വധഭീഷണി അടക്കം അവർക്ക് ഒട്ടേറെ ഭീഷണി ഉണ്ടായിട്ട് പോലും അവർ പതറിയില്ല എന്നതാണ്. നിരന്തരം അവർ ഭരണകൂട ഭീകരതയ്ക്കെതിരെയും അഴിമതിക്കെതിരെയും ഒക്കെ തൂലിക ചലിപ്പിച്ചു. ഒരു വനിതാ മാധ്യമ പ്രവർത്തകയ്ക്ക് ഇങ്ങനെ ഒരു പുരസ്കാരം കിട്ടുമ്പോൾ അത് നൽകുന്ന സന്ദേശം പ്രത്യേകിച്ച് സമകാലീന സാഹചര്യത്തിൽ വളരെ വലുതാണ്. ഇനി റഷ്യക്കാരനായ ദിമിത്രി മുറാത്തോവ്, അദ്ദേഹം റഷ്യൻ പത്രമായ നൊവായ ഗസറ്റയുടെ പത്രാധിപരാണ്. റഷ്യയിൽ മാധ്യമപ്രവർത്തകർ തുറുങ്കലിൽ അടയ്ക്കപ്പെടുമ്പോൾ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം അദ്ദേഹം തിരിച്ചറിഞ്ഞു. നമുക്കറിയാം അവിടെ പ്രതിപക്ഷ നേതാവ് അടക്കം, അലക്സി നവൽനി അടക്കം ഇപ്പോൾ ഏതവസ്ഥയിലാണ് എന്നുള്ളത്. ആ ഘട്ടത്തിലാണ് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം എത്ര വലുതാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത്. ഇനി ഇവർക്ക് 2 പേർക്കും പുരസ്കാരം നൽകിക്കൊണ്ട് നൊബേൽ കമ്മിറ്റി നടത്തിയ പരാമർശം, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ മാധ്യമപ്രവർത്തകരാണിവർ, ത്യാഗപൂർണമായ മാധ്യമപ്രവർത്തനം നടത്തുന്ന മാധ്യമപ്രവർത്തകരുടെ പ്രതിനിധി എന്നാണ് നൊബേൽ കമ്മിറ്റി ഇവരെ വിലയിരുത്തിയത്. മാധ്യമപ്രവർത്തനം ലോകത്തെമ്പാടും വലിയ വെല്ലുവിളി നേരിടുമ്പോഴാണ് ഇവർക്ക് ഈ അംഗീകാരം കിട്ടിയത്. ഡാനിഷ് സിദ്ദിഖി, ഡാനിയൽ പോൾ, ഗൗരി ലങ്കേഷ് തുടങ്ങിയ ഒട്ടേറെ പേരുകളുണ്ട്. ഈ പേരുകളൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ മറക്കാൻ കഴിയുന്നില്ല.
അപ്പോഴാണ് ഇവരുടെ സേവനത്തെ ആദരിച്ചുകൊണ്ട് ഇവർക്ക് നൊബേൽ സമാധാന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് എന്ന മാധ്യമ രാജ്യാന്തര കൂട്ടായ്മയും ഇത്തവണ അന്തിമ പട്ടികയിൽ ഇടം നേടിയിരുന്നു. പക്ഷേ അവർക്ക് പുരസ്കാരം ലഭിച്ചില്ല. ഒപ്പം തന്നെ ഒട്ടേറെ വ്യക്തികളും ഈ പുരസ്കാരത്തിനായി ഉണ്ടായിരുന്നു അന്തിമ പട്ടികയിൽ. ഏറ്റവും ഒടുവിലായി പക്ഷേ പുരസ്കാരം നേടിയിരിക്കുന്നത് ഈ 2 പേരാണ്. പുരസ്കാരം പങ്കിടുന്നത് 1 കോടി സ്വീഡിഷ് ക്രോണയാണ് ഇവർക്ക് ലഭിക്കുന്നത്. ഇവർ ഇത് പങ്കിട്ടെടുക്കുന്നു, അതായത് 8,57,00,000 രൂപ. ഇനി നമ്മൾ ലഖിംപൂരിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയൊരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത്. ലഖിംപൂർ സംഭവത്തിൽ മരിച്ച പ്രാദേശിക മാധ്യമ പ്രവർത്തകന്റെ വീട്ടിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ച് നവ്ജോത് സിംഗ് സിദ്ധു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ മകനെ അറസ്റ്റ് ചെയ്യും വരെ സമരം തുടരുമെന്ന് സിദ്ധു. പ്രദീപ് കുമാർ വിവരങ്ങളുമായി. പ്രദീപ്, എന്താണ് അവിടെ സംഭവിക്കുന്നത്? അനുജ, ലഖിംപൂർ ഖേരിയിലെ രമൺ കശ്യപ് എന്ന പ്രാദേശിക മാധ്യമ പ്രവർത്തകന്റെ വീട്ടിൽ കോൺഗ്രസ് നേതാവ് പഞ്ചാബ് PCC പ്രസിഡന്റ് നവ്ജോത് സിംഗ് സിദ്ധുവും ഒപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരും അവിടെ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും ഈ രമൺ കശ്യപിന്റെ മരണം, ആ മരണത്തിലെ പ്രധാന പ്രതികളെ ഒന്നും ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. കർഷകരുടെ മരണത്തിലെ പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ മാധ്യമ പ്രവർത്തകൻ രമൺ കശ്യപിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രി അജയ് മിശ്ര ടേനിയുടെ മകൻ ആശിഷ് മിശ്ര ടേനിയുടെ അടക്കം അറസ്റ്റ് രേഖപ്പെടുത്തണം എന്നുള്ളതാണ് സിദ്ധുവിന്റെ ആവശ്യം. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ സിദ്ധുവും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരും രമൺ കശ്യപിന്റെ വീട്ടിൽ നിരാഹാര സത്യാഗ്രഹം, അതും അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുന്നത്. അനുജ, ആശിഷ് മിശ്രയുടെ അറസ്റ്റ് വരെ സമരം തുടരും എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകന്റെ വസതിയിൽ നവ്ജോത് സിംഗ് സിദ്ധുവും കോൺഗ്രസ് പ്രവർത്തകരും അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങിയിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു ന്യൂസ് നൈറ്റ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വീഴ്ച പരിശോധിച്ചതിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന CPIM തുടരുമ്പോൾ കോൺഗ്രസിലും ഉണ്ടാകുന്നുണ്ട് അത്തരത്തിലുള്ള ചില നടപടികൾ. ആ വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. ആദ്യം തലക്കെട്ട്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കോൺഗ്രസ് കൂടുതൽ നടപടികളിലേക്ക്. 97 നേതാക്കൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയ 58 പരാതികൾ പ്രത്യേകമായി പരിഗണിക്കുമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. മോൻസൺ മാവുങ്കൽ തട്ടിപ്പ് കേസിൽ CBI അന്വേഷണം വേണമെന്ന നിലപാടിൽ ഉറച്ച് VM സുധീരൻ. 9 മണ്ഡലങ്ങളിലെ തോൽവി പ്രത്യേകമായി പഠിക്കാൻ 3-അംഗ സമിതിക്കും കോൺഗ്രസ് രൂപം നൽകിയിട്ടുണ്ട്. അതിനിടെ പുനഃസംഘടന സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വം നാളെ ഹൈക്കമാൻഡുമായി ചർച്ച നടത്തും. റിപ്പോർട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഗുരുതര വീഴ്ച വരുത്തിയതായി KPCC സമിതി കണ്ടെത്തിയ 97 പേർക്കാണ് പാർട്ടി നേതൃത്വം കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് സംഘടനാപരമായതും പൊതുജനമധ്യത്തിൽ അവമതിപ്പുണ്ടാക്കിയതുമായി 58 പരാതികൾ പ്രത്യേകം പരിശോധിക്കാനും KPCC തീരുമാനിച്ചു. ഘടകകക്ഷികൾ മത്സരിച്ച ചവറ, കുന്നത്തൂർ, ഇടുക്കി, അഴീക്കോട് മണ്ഡലങ്ങളിലെയും കോൺഗ്രസ് മത്സരിച്ച കായംകുളം, അടൂർ, പീരുമേട്, തൃശൂർ, ബാലുശ്ശേരി മണ്ഡലങ്ങളിലെയും തോൽവി പ്രത്യേകം പഠിക്കാനും തീരുമാനിച്ചു. ഇതിനായി 3-അംഗ സമിതിയെയും നിയമിച്ചു. മുൻ MLA മാരായ K മോഹൻകുമാർ, PJ ജോയി, മുൻ MP KP ധനപാലൻ എന്നിവരാണ് സമിതി അംഗങ്ങൾ. സ്വന്തം പ്രദേശത്ത് സംഘടനാ ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറല്ലാത്തവരെ സംഘടനാ ചുമതലകളിൽ ഒരു പദവിയിലും പരിഗണിക്കില്ലെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ വ്യക്തമാക്കി. KPCC പുനഃസംഘടന പൂർത്തിയാക്കുകയെന്ന ലക്ഷ്യത്തോടെ ഡൽഹിയിലെത്തിയ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നാളെ ഹൈക്കമാൻഡുമായി കൂടിയാലോചന നടത്തും. ഭാരവാഹി പട്ടികയും സമർപ്പിക്കും. VM സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉയർത്തിയ പരാതികളും ഹൈക്കമാൻഡുമായുള്ള നേതൃത്വത്തിന്റെ കൂടിക്കാഴ്ചയിൽ ചർച്ചാ വിഷയമാകും. 24 തിരുവനന്തപുരം. CPIM-ൽ നിന്ന് ഇന്ന് വന്ന വാർത്ത കുണ്ടറ, കരുനാഗപ്പള്ളി മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നടപടിയുണ്ടായിരിക്കുന്നു എന്നതാണ്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകും. ആദ്യം തലക്കെട്ട്. കുണ്ടറ, കരുനാഗപ്പള്ളി മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPIM നടപടി. കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PR വസന്തനെയും NS പ്രസന്നകുമാറിനെയും തരം താഴ്ത്തി. മുൻമന്ത്രി J മേഴ്സിക്കുട്ടിയമ്മയുടെ ഭർത്താവ് B തുളസീധരക്കുറുപ്പ് ഉൾപ്പെടെ 4 പേർക്ക് താക്കീത്. ഇടുക്കി വട്ടവടയിൽ പ്രാദേശിക CPIM നേതാക്കൾ CPI-യിലേക്ക്. CPIM നടപടിയുടെ വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്ന് സലിം മാലിക് തത്സമയം ചേരുന്നു. സലിം, ഗുഡ് ഈവനിംഗ്. വിശദീകരണം തൃപ്തികരമല്ല എന്നതിനാൽ തന്നെയാണല്ലോ ഇത്തരത്തിലേക്ക് വലിയ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുണ്ട്, മുതിർന്ന അംഗങ്ങൾ, അവരെ തരം താഴ്ത്തിയിരിക്കുന്നു, ചിലർക്ക് താക്കീത്.
അനുജ, ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ കുണ്ടറ കരുനാഗപ്പള്ളി മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ തന്നെ ജില്ലയിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇവരോട് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഇവർക്കാണ് എന്ന ആരോപണത്തിന്റെ കൂടി പശ്ചാത്തലത്തിലായിരുന്നു ഇവരോട് കഴിഞ്ഞ ദിവസം ഏഴ് പേരോട്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള 7 പേരോട് വിശദീകരണം ചോദിച്ചത്. അതിൽ നിന്നാണ് ഇപ്പോൾ ഈ വിശദീകരണം തൃപ്തികരമല്ലാത്ത കുണ്ടറ മണ്ഡലത്തിന്റെ ചുമതലയുണ്ടായിരുന്ന NS പ്രസന്നകുമാർ, ഒപ്പം തന്നെ കരുനാഗപ്പള്ളി മണ്ഡലത്തിന്റെ ചുമതലയുണ്ടായിരുന്ന PR വസന്തൻ എന്നിവരുടെ വിശദീകരണം തൃപ്തികരമല്ലാത്തതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ ഭർത്താവ് കൂടിയായ തുളസീധര കുറുപ്പിന് താക്കീതുണ്ട്. അതുൾപ്പെടെ 4 നേതാക്കൾക്കാണ് CPM താക്കീത് നൽകിയിരിക്കുന്നത്. ആ നിലയിൽ ഈ തുളസീധര കുറുപ്പിനെതിരെ നേരത്തെ ഉണ്ടായിരുന്ന ആരോപണം കുണ്ടറയിൽ പാർട്ടിയിൽ നിന്നും തെരഞ്ഞെടുപ്പ് പ്രചരണം ഹൈജാക്ക് ചെയ്തു എന്ന തരത്തിലുള്ള വലിയ ആരോപണം പാർട്ടി പ്രവർത്തകർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഈ സിറ്റിംഗ് സീറ്റാണ് എന്ന് മാത്രമല്ല കുണ്ടറ മണ്ഡലം വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ്, മന്ത്രിമണ്ഡലം കൂടിയാണ്. അവിടെ ജയം ഉറപ്പിച്ചിരുന്ന സാധ്യത കൂടി ഉണ്ടായിരുന്നു. അതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് 2 പേർക്കെതിരെ വലിയ നടപടി തന്നെ എടുക്കാൻ പാർട്ടി നിർബന്ധിതമായത്. ഒപ്പം തന്നെ മറ്റു 4 പേർക്കെതിരെ ഈ ഉള്ള താക്കീത് കൂടി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ പാർട്ടി നടപടി ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ നടപടി നേരിട്ട എല്ലാവരും ഈ പാർട്ടിയിൽ വിഭാഗീയത രൂക്ഷമായി നിന്ന കാലത്തെ VS പക്ഷക്കാരാണ് എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. വിജയരാഘവൻ ഉൾപ്പെടെ പങ്കെടുത്ത ഇന്നത്തെ ജില്ലാ നേതൃയോഗത്തിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. അനുജ. ശരി സലിം, ഗുഡ് നൈറ്റ്. ന്യൂസ് നൈറ്റ് അടുത്ത സെഗ്മെന്റിലേക്ക് പോവുകയാണ്, ലോകവിശേഷങ്ങളിലേക്ക്. PP ജെയിംസ് ന്യൂസ് നൈറ്റിനൊപ്പം. PP ജെയിംസ്, ഗുഡ് ഈവനിങ്. കഴിഞ്ഞ ആഴ്ച അഫ്ഗാനിസ്ഥാനിലുണ്ടായ സ്ഫോടനം അത് നമ്മൾ മറന്നിട്ടില്ല. ഒരു പള്ളിയുടെ കവാടത്തിലായിരുന്നു, ഈദ്ഗാഹ് മോസ്കിന്റെ കവാടത്തിൽ. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെ വീണ്ടും പള്ളിയിൽ സ്ഫോടനമുണ്ടാകുന്നു. 100-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്ന ഏറ്റവും പുതിയ വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ആരാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നത് അറിവായിട്ടുണ്ടോ? ഗുഡ് ഈവനിങ് അനുജ. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമ്പരപ്പിക്കുന്ന വാർത്തകളാണ് വരുന്നത്. ഇതാ രണ്ടാമതും അവിടെ ഒരു പള്ളിയിൽ വലിയ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. ചാവേർ ആക്രമണം എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അവിടുത്തെ പ്രധാന പ്രവിശ്യയായ കുണ്ടൂസ്, അവിടെ താലിബാൻ ആദ്യം പിടിച്ചടക്കിയ പ്രവിശ്യകളിൽ ഒന്നാണ്. അവിടുത്തെ ഷിയ മുസ്ലിമിൻ്റെ പള്ളിയിൽ ചാവേർ ആക്രമണത്തിൽ ഏതാണ്ട് ആദ്യത്തെ റിപ്പോർട്ടിൽ തന്നെ 50 മുതൽ 60 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. 100-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും വെള്ളിയാഴ്ച പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. സംശയം നീളുന്നത് IS ഖൊറസാന്റെ നേർക്ക് തന്നെയാണ്. 2000-ഓളം ചാവേറുകളുമായി താലിബാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് IS. എന്തായാലും ISനെതിരെ വലിയ റെയ്ഡ് ആരംഭിച്ചിട്ടുണ്ട് താലിബാന് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നാണം കെടുത്തുന്നതാണ് രണ്ടാമത്തെ ചാവേർ ആക്രമണം. കഴിഞ്ഞ ആഴ്ചയാണ് കാബൂളിലെ രണ്ടാമത്തെ വലിയ പള്ളിയായ ഈദ്ഗാഹിൽ വലിയ സ്ഫോടനം നടക്കുകയും നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തത്. എന്തായാലും ലോകത്തിലെ രാജ്യങ്ങളുടെയൊക്കെ അംഗീകാരത്തിന് വേണ്ടി ശ്രമിക്കുന്ന താലിബാനോട് എല്ലാവരും ആവശ്യപ്പെട്ടത് ഭീകരരുടെ താവളമായി അഫ്ഗാനിസ്ഥാൻ മാറ്റാൻ അനുവദിക്കരുത് എന്നാണ്. പക്ഷെ താലിബാന്റെ കൺട്രോളിലല്ല കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇൻഫർമേഷൻ്റെ ഡെപ്യൂട്ടി മിനിസ്റ്ററായിട്ടുള്ള അവരുടെ വക്താവ് സബീഹുള്ള മുജാഹിദ് തന്നെ പറയുന്നത് ഇത് വളരെ ഭീകരമായിട്ടുള്ള ആക്രമണമാണ്, ഇതിനെതിരെ ഞങ്ങൾ നടപടിയെടുക്കും എന്നൊക്കെ പറയുന്നു. എന്തായാലും താലിബാൻ ഇടയിൽ തന്നെ വലിയ രീതിയിലുള്ള ചേരിതിരിവുകളുണ്ട്. ഹക്കാനി വിഭാഗവുമായി ഇടഞ്ഞ് ഒരുപക്ഷെ അവരുമായുള്ള സംഘട്ടനത്തിൽ പരിക്കേറ്റു എന്ന് പറയുന്ന ബരാദർ, ഉപപ്രധാനമന്ത്രി മുല്ല അബ്ദുൽ ഗനി ബരാദർ, അദ്ദേഹം കാണ്ഡഹാറിലേക്ക് പിണങ്ങിപ്പോയിരിക്കുകയായിരുന്നു. അദ്ദേഹം ഈ മണിക്കൂറുകളിൽ തിരിച്ചെത്തിയതായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ നാണക്കേടാണ് ഉണ്ടായത്. കാരണം ഒരുപക്ഷെ താലിബാനും അമേരിക്കയും തമ്മിലുള്ള മധ്യസ്ഥ ചർച്ചകളിലൊക്കെ നേരിട്ട് അന്നത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് സംസാരിച്ചിരുന്നത് ബരാദറായിരുന്നു. അദ്ദേഹമാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മാധ്യമങ്ങളെല്ലാം ഉയർത്തിക്കാട്ടിയത്. പക്ഷെ അദ്ദേഹത്തെ തഴഞ്ഞു കൊണ്ടാണ് പുതിയ ഒരാളെ പ്രധാനമന്ത്രിയായിട്ട് കൊണ്ടുവന്നതും. അതുപോലെ തന്നെ ഹക്കാനി നെറ്റ്വർക്കിലെ പ്രധാനപ്പെട്ട PP ജെയിംസ്, അതുപോലെ തന്നെ ഇന്നിപ്പോൾ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം മാധ്യമപ്രവർത്തകർക്ക് കിട്ടിയത് നമ്മളെയൊക്കെ വളരെ സന്തോഷപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഞാൻ കുറച്ചു മുമ്പ് അതിന്റെ വിശദാംശങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് നൽകുകയും ചെയ്തിരുന്നു. പക്ഷെ സമകാലീന സാഹചര്യമുണ്ടല്ലോ ലോകത്ത് പലയിടങ്ങളിലും, പ്രത്യേകിച്ച് നമ്മൾ അഫ്ഗാനിസ്ഥാനിലേക്ക് തന്നെ പോയാൽ അവിടെ സ്ത്രീകൾക്കാകെ വിലക്ക്, അതിൽ വനിതാ മാധ്യമപ്രവർത്തകർക്ക് തൊഴിലിടങ്ങളിൽ വിലക്കുണ്ട്. അവിടെ തന്നെ ഏതാണ്ട് 55-ലേറെ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത. ഇനിയും ഇന്നിപ്പോൾ നൊബേൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയുടെ
അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ സംഭവിക്കുന്നത് എന്ത്? അവിടെയും ഒട്ടേറെ പേർ ഇതിനു മുൻപ് കൊല്ലപ്പെട്ടതാണ്. ബെലാറസിലേക്ക് പോയാൽ അവിടെ വിമത മാധ്യമ പ്രവർത്തകരെ ജയിലിൽ അടയ്ക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു സമകാലീന സാഹചര്യത്തിൽ കൂടി നൊബേൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു മാധ്യമ പ്രവർത്തകർക്ക് എന്നത് എത്ര വലിയ സന്ദേശമാണ്? അനുജ, അപൂർവമായി മാധ്യമ പ്രവർത്തകർക്ക് ലഭിക്കുന്നതാണ് നൊബേൽ സമാധാന സമ്മാനം. 1935 ഒരു ജേർണലിസ്റ്റിന് ഇത് ലഭിച്ചതായിട്ട് റിപ്പോർട്ടുണ്ട്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ. അതിനുശേഷം മാധ്യമ പ്രവർത്തന രംഗത്ത് ആർക്കും ഇത് ലഭിച്ചതായിട്ട് റിപ്പോർട്ടുകളില്ല. അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തകർക്ക് ഈ അവാർഡ് ലഭിക്കുമ്പോൾ ഇവരുടെ കമ്മിറ്റി പറഞ്ഞൊരു വാദമുണ്ട്. ലോകമെമ്പാടും പോരാടുന്ന, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും മനുഷ്യാവകാശത്തിനും വേണ്ടി പോരാടുന്ന മുഴുവൻ മാധ്യമപ്രവർത്തകർക്ക് കൂടിയുള്ള അംഗീകാരമാണിതെന്ന് പറയുന്നു. പക്ഷേ ഒപ്പം ഇവിടെ 2 മാധ്യമപ്രവർത്തകർക്ക്, ഒരാൾ ഫിലിപ്പീൻസിലെ മറിയ റെസും അതുപോലെ തന്നെ റഷ്യയിലെ ദിമിത്രി മുററ്റോവും, 2 പേരും സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടുമ്പോൾ ലോകമെമ്പാടുമുള്ള പോരാടുന്ന ജേർണലിസ്റ്റുകളുടെ മുഖം തെളിഞ്ഞു വരികയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ ടോളോ ന്യൂസ് പോലെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്തിയ ടോളോ ന്യൂസിൽ നിരവധി വനിതാ മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു. താലിബാൻ ഭരണം പിടിച്ചടക്കിയതോടെ ഒരുപാട് പേർ രാജ്യം വിട്ട് ഓടേണ്ടി വന്നു. അതുപോലെ തന്നെ ഒരുപാട് പേർ ഒളിവിലാണ്, ഇപ്പോഴും അവർക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. ഷബ്നം ഖാൻ എന്ന അവിടുത്തെ വളരെ പ്രശസ്തിയായ റേഡിയോ ടെലിവിഷൻ ജേർണലിസ്റ്റ്, അവരടക്കമുള്ള സംഘം, അവരോട് ഓഫീസിൽ കയറരുതെന്ന് താലിബാൻ വിലക്കിയിരിക്കുന്നു. ഒരുപക്ഷെ വനിതാ മാധ്യമ പ്രവർത്തകയായിട്ടുള്ള മറിയ റെസ് ഫിലിപ്പീൻസിലെ പ്രസിഡന്റിനെതിരെ പോരാടി വിജയം നേടി ഒരു നൊബേൽ സമ്മാനം നേടുമ്പോൾ അഫ്ഗാനിസ്ഥാനിലെ 100 കണക്കിന് വനിതാ പ്രവർത്തകരുടെ, മാധ്യമപ്രവർത്തകരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. നിരവധി വനിതാ മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. അടുത്ത നാളുകളിൽ തന്നെ 55ഓളം മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടതിൽ ഏതാണ്ട് 25% വനിതാ മാധ്യമപ്രവർത്തകരാണ്. അവരെത്ര ശക്തമായിട്ട് താലിബാനെതിരെ പിടിച്ചു നിന്നവരാണ്. അതുപോലെ തന്നെ ബെലാറസിലെ പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോയ്ക്കെതിരെ പോരാടിയ വിമത മാധ്യമ പ്രവർത്തകനെ അദ്ദേഹം വേറൊരു രാജ്യത്തിലേക്ക് പറന്നുകൊണ്ടിരിക്കെ യുദ്ധവിമാനം അയച്ച് ആ യാത്രാ വിമാനം തട്ടിക്കൊണ്ടുപോയി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഇപ്പോഴും ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. റഷ്യയിൽ നിന്നുള്ള ദിമിത്രി മുററ്റോവിൻ്റെ പത്രം, ആ പത്രത്തിലെ 6 മാധ്യമ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. അത് റഷ്യൻ പ്രസിഡന്റ് പുടിനെതിരെ പോരാടിയ ഏറ്റവും സ്വതന്ത്രമായ പത്രപ്രവർത്തനം നടത്തിയതിൻ്റെ പേരിലാണ് ഈ 6 പേർ കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയപ്പോൾ മുററ്റോവ് പറഞ്ഞത്, ഈ അവാർഡ് ഞാൻ സമർപ്പിക്കുന്നത് കൊല്ലപ്പെട്ട എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾക്കാണ്, എൻ്റെ സ്ഥാപനത്തിലെ 6 മാധ്യമ പ്രവർത്തകർക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ നൊബേൽ സമ്മാനം എന്നാണ്. ശരി, ഒപ്പം തന്നെ മറ്റൊരു വാർത്ത. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് കൽക്കരി ക്ഷാമം രൂക്ഷമാണ്, അത് വലിയ ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ ചൈന പവർ കട്ടിനെ നേരിടാൻ കൽക്കരി ഖനികളുടെ പ്രവർത്തനം അത് കൂടുതൽ പ്രവർത്തനക്ഷമമാക്കണമെന്ന തരത്തിലേക്ക് നിർദ്ദേശം നൽകുന്നു. പക്ഷേ ഇത് കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്നതിൽ വലിയ പ്രതിസന്ധിയാകില്ലേ? അതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, ഒരുപക്ഷെ ലോകം നേരിടാൻ പോകുന്ന ഒരു വലിയ ബ്ലാക്ക് ഔട്ട്, ലോകം മുഴുവൻ ഇരുണ്ടു പോകാൻ പോകുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ചൈനയും ഇന്ത്യയും അടക്കമുള്ള രാജ്യങ്ങൾ കൽക്കരി ഖനികൾ വീണ്ടും തുറക്കാൻ ആലോചിക്കുക. മാത്രമല്ല, ചൈനയിൽ ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു. മംഗോളിയ പ്രവിശ്യയിൽ മാത്രം 100-ലേറെ ഖനികൾ തുറക്കാനാണ് ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവിടെ മാത്രം 10 കോടി ടൺ ഉടൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു. കാരണം അവിടുത്തെ നോർത്ത് ഈസ്റ്റ് ഭാഗം ചൈനയിലെ മുഴുവൻ ഫാക്ടറികളും ഏതാണ്ട് 48% ഫാക്ടറികൾ പ്രവർത്തനക്ഷമമല്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. പവർ കട്ട് വലിയ പ്രശ്നമായിരിക്കുന്നു, വൈദ്യുതി ക്ഷാമം പ്രശ്നമായിരിക്കുന്നു, ദശലക്ഷക്കണക്കിന് വീടുകളിൽ വൈദ്യുതിയില്ല. ചൈന പഴയ നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് അവർ കൽക്കരി ഖനികൾ വീണ്ടും പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടത്. പക്ഷേ ഇതിന് വേറൊരു വൈരുദ്ധ്യമുണ്ട്. 2060 കൽക്കരി ഇല്ലാത്ത, പൊള്യൂഷൻ ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് ലക്ഷ്യം വെച്ച് ചൈന നിലപാടെടുത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും തിരിച്ചുപോക്ക് വേണ്ടി വന്നിരിക്കുന്നത്. അടുത്ത മാസം നവംബറിൽ ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കാലാവസ്ഥ വ്യതിയാനം സംബന്ധിച്ചുള്ള ആഗോള ഉച്ചകോടിയിൽ ചൈനയുടെ നേട്ടങ്ങളെക്കുറിച്ച് പറയാനിരിക്കുകയായിരുന്നു. പക്ഷെ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. ഒരുപക്ഷെ മാവോ സേതുങ്ങിൻ്റെ കാലത്ത് വലിയ വ്യാവസായിക വിപ്ലവത്തിന് ആവശ്യപ്പെടുകയും സാംസ്കാരിക വിപ്ലവ കാലത്ത് കാർഷിക മേഖലയിൽ നിന്ന് വ്യവസായത്തിലേക്ക് മാറാൻ പറയുകയും കൂടുതൽ വാർത്തകളുമായി നമുക്ക് വീണ്ടും നാളെ കാണാം. പി ജെയിംസ്, ഗുഡ് നൈറ്റ്. ന്യൂസ് നൈറ്റ് അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നു. ഇന്നത്തെ വാർത്തകൾ, നാളത്തെ പത്രം. ഡിജിറ്റൽ പത്രവുമായി
ഉന്മേഷ് ശിവരാമൻ ചേരുന്നു. ഉന്മേഷ്, ഗുഡ് ഈവനിങ്. ഇപ്പോൾ ലഖിംപൂരിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നത് വളരെ പ്രധാനമാണ്. ഇന്ന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ടായിട്ടുണ്ട്. സ്കൂളുകൾ തുറക്കാനുള്ള മാർഗരേഖ, അതിലൊക്കെ പ്രധാനമായി സമാധാനത്തിനുള്ള നൊബേൽ മാധ്യമപ്രവർത്തകർക്ക് ലഭിക്കുന്നു. ഇതിലൊക്കെ ഏതെങ്കിലും ആണോ നാളത്തെ പ്രധാന വാർത്തയാവുക? ഗുഡ് ഈവനിങ് അനുജ സൂചിപ്പിച്ച ഈ വാർത്തകളൊക്കെ നാളെ മലയാള പത്രങ്ങളുടെ ഒന്നാം പേജിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ലഖിംപൂർ വിഷയത്തിലെ സുപ്രീം കോടതി ഇടപെടൽ ഇന്നലെ തന്നെ പ്രധാനപ്പെട്ട വാർത്തയായി മാറിയതാണ്. ഇന്ന് മലയാള പത്രങ്ങൾ അത് വാർത്തയാക്കുകയും ചെയ്തു. പക്ഷേ ഒരു ഏക സ്വഭാവമില്ലായിരുന്നു ഇന്ന് പത്രങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ. ഒരുപക്ഷെ നാളത്തെ പത്രങ്ങളിലും ഈ ഒരു വിഷയത്തെ മാത്രം മുൻനിർത്തിയുള്ള ലീഡ് വാർത്തകളല്ലായിരിക്കാം, പല വിഷയങ്ങളായിരിക്കാം ലീഡ് വാർത്തകൾ. അതിൽ സ്കൂൾ മാർഗരേഖ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി മാറുകയും ചെയ്യും. നമ്മൾ ഇന്ന് വാർത്താവിന്യാസം ഈ നിലയ്ക്കാണ് ഒരുക്കുന്നത്. സ്കൂൾ മാർഗരേഖ പ്രധാന വാർത്ത എന്നുള്ള നിലയ്ക്ക് രക്ഷിതാക്കൾക്ക് സമ്മതമെങ്കിൽ മാത്രം കുട്ടികളെ അയച്ചാൽ മതി എന്ന് ഈ മാർഗരേഖയിൽ വ്യക്തമാക്കുന്നുണ്ട്. മാർഗരേഖയിലെ മറ്റ് വിശദാംശങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഒരുപക്ഷെ ഈ വിഷയത്തിൽ ഏതെങ്കിലും പത്രങ്ങളൊക്കെ ലീഡ് വാർത്ത നൽകാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നുമുണ്ട്. ലഖിംപൂർ സംഭവവുമായി ബന്ധപ്പെട്ട് UP സർക്കാരിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്ന ദിവസമാണ്. മന്ത്രിയുടെ മകന് പ്രത്യേകതകളില്ല എന്ന് സുപ്രീം കോടതി ഓർമ്മിപ്പിക്കുകയുണ്ടായി UP സർക്കാരിനെയും പോലീസിനെയും. സുപ്രീം കോടതിയുടെ ഈ വിമർശനം നാളെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി മാറും. അതേസമയം സംസ്ഥാനത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നത് 7000 മരണം കൂടി കോവിഡ് പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നുള്ള സംസ്ഥാന ആരോഗ്യ വിഭാഗത്തിന്റെ വിശദീകരണമാണ്. ആരോഗ്യമന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. ആ വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എയർ ഇന്ത്യ ടാറ്റയ്ക്ക് സ്വന്തമായിരിക്കുന്നു. 18,000 കോടി രൂപയുടെ ഉടമ്പടി കരാറാണ് എന്ന് കൂടി ഓർക്കുക. അത് വാർത്താ സമ്മേളനത്തിലൂടെ ഇന്ന് വ്യോമയാന മന്ത്രി വ്യക്തമാക്കിയ വാർത്തയാണ്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സമാധാന നൊബേൽ മാധ്യമപ്രവർത്തകർക്ക് എന്ന ശീർഷകത്തിൽ ഇതിന്റെ വിശദാംശങ്ങൾ നമ്മൾ മലയാള പത്രങ്ങളിൽ നാളെ പ്രതീക്ഷിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ആദ്യ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് റാങ്ക് പട്ടിക പുറത്തിറക്കിയ ദിവസമാണ്. അതിന്റെ വിശദാംശങ്ങൾ മലയാള പത്രങ്ങൾ ഒന്നാം പേജിൽ തന്നെ നൽകിയേക്കും. കാരണം സംസ്ഥാനത്ത് ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് ഒരു പരീക്ഷ നടത്തുന്നതും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതും ആ സർവീസിലേക്ക് ആളുകൾ എത്തുന്നതും. അതുകൊണ്ട് ആ വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. ഒരുപക്ഷെ ഒന്നാം പേജിലേക്ക് അത് വരാനുള്ള സാധ്യതയുണ്ട്. അതിർത്തിയിൽ വീണ്ടും ചൈനീസ് കടന്നുകയറ്റം ഉണ്ടാകുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട വാർത്തയാണ്. പ്രതിരോധ താല്പര്യത്തെ മുൻനിർത്തി ആ വാർത്ത കൂടി ഒരുപക്ഷെ ഒന്നാം പേജിലേക്ക് എത്താനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഉൾപേജുകളിൽ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളിൽ നിന്ന് +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി നിലപാട് ആവർത്തിച്ചതാണ്. കുട്ടികൾക്ക് ആശങ്ക വേണ്ട എന്ന് വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിക്കുന്നു. അപ്പോഴും ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും സീറ്റ് ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കണം. അപ്പോഴും വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ആശങ്ക വേണ്ട എന്നതാണ്. അതും ഒരു ശീർഷകമായി നമ്മൾ പ്രതീക്ഷിക്കുന്നു. തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് കടുത്ത നടപടികളിലേക്ക് പോകുന്നു. 97 നേതാക്കൾക്ക് കോൺഗ്രസ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. K. സുധാകരൻ ഇന്ന് ഇക്കാര്യം അറിയിച്ചു. ആ വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. CPIM-ലുമുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായ അച്ചടക്ക നടപടി. കൊല്ലത്ത് 2 ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ CPIM ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയ ദിവസമാണ്. ആ വാർത്തയും രാഷ്ട്രീയ വാർത്തകളുടെ കൂട്ടത്തിൽ ഇടം പിടിക്കും. KSRTCയുടെ വരുമാനം കോവിഡ് കാലത്ത് വർദ്ധിച്ചു എന്നൊരു വാർത്തയുണ്ട്. നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു. കോവിഡ് കാലത്ത് വലിയ നഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ KSRTC നില മെച്ചപ്പെടുത്തി വരുന്നു എന്നുള്ള വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ലഹരി കേസുമായി ബന്ധപ്പെട്ട് ഷാരൂഖ് ഖാന്റെ മകൻ ആരിഫ് ഖാന് ജാമ്യമില്ല എന്നൊരു വാർത്തയും നാളെ ഉൾപേജുകളിൽ ഇടം പിടിക്കും. മോൺസൺ കേസുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം എന്നുള്ള നിലപാടിൽ കോൺഗ്രസ് നേതാവ് VM സുധീരൻ ഉറച്ചു നിൽക്കുന്നതും രാഷ്ട്രീയ വാർത്തകളുടെ കോളത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ സ്ഫോടനം എന്നൊരു വാർത്ത ഇന്ന് പുറത്തു വന്നിരുന്നു. മരണസംഖ്യ 60 കടന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതിന് വിശദാംശങ്ങൾ കൂടി നാളെ മലയാള പത്രങ്ങൾ വാർത്തയാക്കും. അനുജ, ഗുഡ് നൈറ്റ് ഉന്മേഷ് ശിവരാമൻ. ഇനി അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. ന്യൂസ് നൈറ്റ്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇന്ന് 89ാം പിറന്നാൾ. ആകാശക്കരുത്തിൽ ലോകത്തെ 4ാമത്തെ വൻ ശക്തിയാണ് ഇന്ത്യൻ വ്യോമസേന. രാജ്യത്തിന്റെ അഭിമാന സൈന്യത്തിന് കരുത്തായി പോർ വിമാനങ്ങളുടെ നീണ്ട പട്ടിക. പട്ടികയിൽ തലയെടുപ്പുമായി റഫാൽ തന്നെയാണ് താരം. റഫാലിന് കരുത്തായി മിഗും മിറാഷും ജാഗ്വറും എല്ലാമുണ്ട്. ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ സഹായത്തോടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ചരിത്രം പങ്കുവയ്ക്കുകയാണ് സുജയ പാർവതി. 24 Explainer, the AR/VR specialist. നമസ്കാരം. നമ്മുടെ ആകാശാതിർത്തി സംരക്ഷിക്കുന്ന വ്യോമസേനയുടെ 89ാം ജന്മദിനമാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഡേ. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് തന്നെ നമുക്ക് സ്വന്തമായ സേന. 1932 ഒക്ടോബർ 8-നാണ് ഇന്ത്യൻ വ്യോമസേന നിലവിൽ വരുന്നത്. അന്നുണ്ടായിരുന്നത് 4 വിമാനങ്ങൾ, 6 ഓഫീസർമാർ, 19 എയർമാൻമാർ. ഇത് മാത്രമായിരുന്നു നമ്മുടെ തുടക്കത്തിലെ കരുത്ത്. 5 പൈലറ്റുമാർ മാത്രമാണ് അന്ന് നമ്മുടെ ആകാശ അതിരുകളെ കരുതലോടെ കാക്കാൻ നമുക്കൊപ്പം ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് നമ്മൾ എത്രത്തോളം വളർന്നു, എത്രത്തോളം ആകാശ അതിരുകളെ കൂടുതൽ കരുത്തോടെ കാക്കാൻ പ്രാപ്തരായി എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. നഭസ്പർശം ദീപ്തം അഥവാ പ്രതാപത്തോടെ ആകാശം തൊടുക എന്നതാണ് നമ്മുടെ വ്യോമസേനയുടെ ആപ്തവാക്യം. 6 ഓഫീസർമാരിലാണ് തുടക്കമെന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് 2 ലക്ഷത്തോളം ഓഫീസർമാരുടെ സേനയായി വളർന്നു നമ്മുടെ ആകാശ പോരാളികളുടെ കൂട്ടം. ആകാശം അതിരല്ലെന്ന് തെളിയിച്ചവരുടെ സംഘം.
ആദ്യ വിമാനം പറത്തിയത് ലഫ്റ്റനന്റ് കേണൽ സെഫ്റ്റൻ ബ്രാക്നർ. വെസ്റ്റ്ലാൻഡ് വാപ്പിറ്റി ആയിരുന്നു നമ്മുടെ ആദ്യത്തെ പോർവിമാനം. എയർ മാർഷൽ സുബ്രതോ മുഖർജി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യ സേനാ തലവനും. റോയൽ എയർഫോഴ്സ് ഉപയോഗിച്ചിരുന്ന ബൈപ്ലെയിൻ പോർവിമാനത്തിൽപ്പെട്ട വാപ്പിറ്റി 26,000 അടി ഉയരം വരെ ആകാശം തൊട്ടിരുന്നു. കോക്പിറ്റിൽ ഒരു ലൂയിസ് യന്ത്രത്തോക്ക് മാത്രം. 1939 ബർമ മുന്നണിയിൽ ഗോത്രവർഗ പോരാളികൾക്ക് നേരെയാണ് വ്യോമസേന ആദ്യമായി ആക്രമണങ്ങൾ സംഘടിപ്പിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ വഹിച്ച പങ്ക് കണക്കിലെടുത്ത് റോയൽ പദവി നൽകിയതോടെ ഇന്ത്യൻ റോയൽ എയർഫോഴ്സ് എന്നായി മാറി. ഇന്ത്യൻ എയർഫോഴ്സ് ഡേയിൽ യുദ്ധവഴിയിൽ നമ്മൾ പിന്നിട്ട നിർണായകമായ ആ നാഴിക കല്ലുകൾ, അവയെ കൂടി സൂചിപ്പിക്കാതെ പോകാനാകില്ല. സ്വാതന്ത്ര്യാനന്തരം, അതായത് 1947-48 കാലഘട്ടത്തിലെ ഇന്ത്യ പാക് യുദ്ധം. അതിർത്തിയിൽ അശാന്തി വിതച്ചുകൊണ്ടേയിരുന്ന അയൽക്കാരനായ ചൈനയുമായുള്ള ആദ്യത്തെ യുദ്ധം 1962. രണ്ടാം ഇന്ത്യ പാക് യുദ്ധം 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധം. കൊടും മഞ്ഞിലെ കൊടുംചതിക്ക് പകരം നൽകിയ കാർഗിൽ യുദ്ധം. അങ്ങനെ വായുസേന വിജയ വെടിയൊച്ച സമ്മാനിച്ച പോരാട്ടങ്ങൾ ഏറെയുണ്ട്. ഒടുവിൽ 2019 ബാലാകോട്ട് ആക്രമണത്തിലും എയർഫോഴ്സ് റോയൽ എയർഫോഴ്സ് തന്നെയായി. യുദ്ധവഴിയിലൂടെ ഒരുപാട് നടന്നു. ആ യുദ്ധങ്ങളിലെല്ലാം ശത്രുക്കളുടെ ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിക്കാനും ആക്രമിച്ചു തോൽപ്പിക്കാനും ശേഷിയുള്ള നിരവധി പോർ വിമാനങ്ങൾ നമ്മുടെ വ്യോമസേനയ്ക്കുണ്ട്. ഇന്ത്യൻ വ്യോമസേനയുടെ സുപ്രധാനമായ യുദ്ധവിമാനങ്ങളെ നമ്മൾ പരിചയപ്പെടുന്നു. ആദ്യം നമ്മുടെ സ്വന്തം ഫൈറ്റർ എയർക്രാഫ്റ്റ്സ്. കാറ്റിന്റെ ആവേഗമുള്ള റഫാലിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇരട്ട എഞ്ചിൻ യുദ്ധവിമാനങ്ങൾ. റഫാൽ കൂടി വന്നപ്പോൾ നമ്മുടെ സേനയുടെ കരുത്ത് വളരെയധികം കൂടി എന്നുള്ളത് മറ്റു രാജ്യങ്ങളെ, പ്രത്യേകിച്ചും ആക്രമിക്കാൻ തക്കം പാർത്തിരിക്കുന്ന രാജ്യങ്ങളെ ഒരുപാട് അലോസരപ്പെടുത്തുന്നുണ്ട്. രണ്ടാമത്തേത് സുഖോയ്, ഇന്ത്യൻ വ്യോമസേനയുടെ കുന്തമുന. റഷ്യൻ കമ്പനിയായ സുഖോയ് വികസിപ്പിച്ച ഈ വിമാനത്തിന്റെ ദൗത്യം സൈനിക വ്യൂഹത്തിലേക്ക് അതിക്രമിച്ചു കയറി ആക്രമിക്കുകയാണ്. പിൻനിര തകർക്കുന്നതും ഈ നിരയിൽപ്പെട്ട യുദ്ധവിമാനങ്ങളാണ്. മൂന്നാമത്തേത് HAL തേജസ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ലഘു യുദ്ധവിമാനമാണ് തേജസ്. തേജസും നമ്മുടെ മുന്നണിയുടെ കരുത്ത് കൂട്ടുകയാണ്. MiG-29 ഏറെ വിശേഷണങ്ങളുടെ ആവശ്യമില്ല. സോവിയറ്റ് യൂണിയൻ വികസിപ്പിച്ച സൂപ്പർസോണിക് ജെറ്റ് വിമാനമാണ് MiG-29. 1999 കാർഗിൽ യുദ്ധം മാത്രം എടുത്തു നോക്കിയാൽ ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ലായിരുന്നു ഈ യുദ്ധവിമാനം. മിറാഷ് 2000 ഫ്രഞ്ച് നിർമ്മിത പോർ വിമാനം. മിറാഷ് 2000 80കളിലാണ് ഈ കോമ്പാക്ട് യുദ്ധവിമാനം ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി മാറുന്നത്. അടുത്തത് ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് വികസിപ്പിച്ച അറ്റാക്കിംഗ് അല്ലെങ്കിൽ സ്ട്രൈക്കിംഗ് യുദ്ധവിമാനം ജഗ്വാർ. അടുത്തതായി MiG-21. 1961 MiG-21 നമ്മുടെ സേനയുടെ ഭാഗമാകുന്നത്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിലും 1999 കാർഗിൽ യുദ്ധത്തിലും MiG-21 പ്രധാന പങ്കാണ് വഹിച്ചത്. ഇനി നമ്മുടെ ഹെലികോപ്റ്ററുകളെ കുറിച്ചുകൂടി അവയുടെ പേരുകൾ കൂടി പറഞ്ഞു വേണം നമുക്ക് പോകാൻ. ബോയിങ് AH-64 അപ്പാച്ചെയാണ് ഇതിലിപ്പോൾ ഏറ്റവും കരുത്തോടെ ഹെലികോപ്റ്റർ ശ്രേണിയിൽ നമ്മൾ എടുത്തു പറയേണ്ടതായ ഹെലികോപ്റ്റർ ബോയിങ് AH-64 അപ്പാച്ചെ. CH-47 ചിനൂക്ക് ഹെലികോപ്റ്ററുകൾ, മിൽമി 17, HAL ചീറ്റ, HAL ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്റർ. ഈ ഹെലികോപ്റ്റർ ശ്രേണി ഒപ്പം യുദ്ധവിമാന ശ്രേണി ഇതെല്ലാം ചേർന്ന് കരുത്തോടെ ഊർജത്തോടെ ഏത് ശത്രുവിനെയും നേരിടാൻ തയ്യാറായി നിൽക്കുകയാണ് ഇന്ത്യൻ എയർഫോഴ്സ്. നിർണായകമായ പല നേട്ടങ്ങളും കൈവരിച്ചതിന്റെ ഓർമ്മ പുതുക്കിയാണ് ഓരോ തവണയും ഇന്ത്യൻ എയർഫോഴ്സ് ദിനം ആചരിക്കുന്നത്. ഇത്തവണത്തെ ഇന്ത്യൻ എയർഫോഴ്സ് ഡേയിൽ നമ്മൾ ഓർത്തെടുക്കുന്നത് 1971 പാകിസ്ഥാനെതിരെ നേടിയ നിർണായകമായ ആ യുദ്ധത്തിലെ വിജയത്തിന്റെ സ്മരണയാണ്. ബംഗ്ലാദേശ് രൂപീകരണത്തിലേക്ക് നയിച്ച ഇന്ത്യ പാകിസ്ഥാൻ 1971 യുദ്ധസ്മരണ പുതുക്കിക്കൊണ്ട് ഇത്തവണ രാജ്യം ഇന്ത്യൻ എയർഫോഴ്സ് ഡേ ആചരിക്കുകയാണ്.